നമസ്കാരം. ഈസി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചോദ്യപേപ്പർ 166/2023 LDC LGS പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക ചോദ്യങ്ങളാണ്. ബയോളജി ഭാഗത്തുള്ള ചോദ്യങ്ങളാണ്. PYQ അതിൻ്റെ കൂടെ തന്നെ അതിനോടനുബന്ധമുള്ള SCRT കണ്ടൻറ്റും അടങ്ങിയ സെക്ഷൻസ് ആണുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ടസ്ഥലം കാണപ്പെടുന്നത്? മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ടസ്ഥലം കാണപ്പെടുന്നത്? ഓപ്ഷൻസ്: ശ്വാസകോശം, മസ്തിഷ്കം, വൃക്ക, ഹൃദയം. ഉത്തരം ഹൃദയമാണ്. ഹൃദയത്തെ പൊതിഞ്ഞിട്ടാണ് പെരികാർഡിയം എന്ന ഇരട്ടസ്ഥലം കാണപ്പെടുന്നത്. ഹൃദയത്തെ പൊതിഞ്ഞിട്ടാണ് പെരികാർഡിയം എന്ന് പറയുന്ന ഇരട്ടസ്ഥലം കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻസിലുള്ള ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ടസ്ഥലം ഏതാണ്? പ്ലൂറാ സ്ഥലമാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ഇരട്ടസ്ഥലം ഏതാണ്? പ്ലൂറാ സ്ഥലം. അതിനിടയിലുള്ള ഫ്ലൂയിഡ് ദ്രാവകം ഏതാണ്? പ്ലൂറൽ ദ്രാവകമാണ്. ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണുന്നതാണ് പ്ലൂറ എന്ന ഇരട്ടസ്ഥലം. അത് ഇരട്ടസ്ഥലത്തിനിടയ്ക്ക് കാണപ്പെടുന്ന ഒരു ദ്രാവകമാണേത്? പ്ലൂറൽ ദ്രാവകം. അത് ഇതുപോലെ തന്നെ ഹൃദയത്തെ പൊതിഞ്ഞ് കാണുന്നതും പെരികാർഡിയമാണ്. അതും ഇരട്ടസ്ഥലമാണ്. അതിനിടയ്ക്കുള്ള ഫ്ലൂയിഡ് ഉണ്ട്, ആ ദ്രാവകമുണ്ട്. ഈ ദ്രാവകങ്ങൾ രണ്ടും ഹൃദയത്തെ പൊതിഞ്ഞ് കാണുന്ന പെരികാർഡിയം, അതിനിടയ്ക്കുള്ള പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയും, ദ്രാവകം എന്ന് പറയും. അതെന്തിനു സഹായിക്കുന്നു? അതായത് ഒന്ന് പോഷണം കൊടുക്കുക എന്നർത്ഥമുണ്ട്. ഊർജം കൊടുക്കുക, ആഹാരം കൊടുക്കുക എന്ന് പറയും. പോഷണം എന്നാണ് വാക്ക്. പോഷണം കൊടുക്കുക എന്ന് പറയും. കൂടാതെ ആഘാതങ്ങളിൽ നിന്നും, പുറത്തു നിന്നുള്ള ആഘാതങ്ങളിൽ നിന്നും ഹൃദയത്തെ സംരക്ഷിക്കുന്നതും ഈ ഇരട്ടസ്ഥലമാണ്. അതിനിടയ്ക്കുള്ള ഫ്ലൂയിഡിൻ്റെ പ്രത്യേകതയാണ്, ദ്രാവകത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഒന്ന് പോഷണം കൊടുക്കുക, മറ്റൊന്നെന്താണ്? ആഘാതങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ ശ്വാസകോശത്തെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ടസ്ഥലം പ്ലൂറയാണ്. ഇടയ്ക്ക് പ്ലൂറൽ ദ്രാവകം ഉണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം എന്താണ്? പോഷണം കൊടുക്കുക, അതുപോലെ തന്നെ ആഘാതങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണവും ആണ്. അതുപോലെ അടുത്തതാണ് മസ്തിഷ്ക തലച്ചോറെന്ന് പറയും ഇല്ലേ. അതിനെ പൊതിഞ്ഞ് കാണുന്ന ഇരട്ടസ്ഥലം ഏതാണ്? മെനിഞ്ചസ് ആണ്. അതിനിടയ്ക്കുള്ള ദ്രാവകത്തിൻ്റെ പേരെന്താണ്? സെറിബ്രോ സ്പൈനൽ ദ്രാവകമാണ്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നെണ്ണത്തിൻ്റെയും പേര് ഓർത്ത് വയ്ക്കുക. ചോദ്യം ഒന്നുകൂടി, മനുഷ്യശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ടസ്ഥലം കാണപ്പെടുന്നത്? ഉത്തരം ഹൃദയമാണ്. ഹൃദയത്തെ പൊതിഞ്ഞാണ് പെരികാർഡിയം എന്ന ഇരട്ടസ്ഥലം കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം. ജീവകം എയുടെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ അഭാവം കൊണ്ട് അപര്യാപ്തതകൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ഓപ്ഷൻ എ കണ, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി ഗോയിറ്റർ, ഓപ്ഷൻ ഡി നിശാന്തത. ഉത്തരം ഏതാണ്? നിശാന്തതയാണ്. ജീവകം എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം ഏതാണ്? രോഗം ഏതാണ്? നിശാന്തത. അതായത് അതിൻ്റെ അഭാവം കൊണ്ട് മങ്ങി വെളിച്ചത്തിൽ കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. മങ്ങി വെളിച്ചത്തിൽ കണ്ണ് കാണാൻ കഴിയത്തില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. നിശാന്തത എന്ന് പറയുമ്പോൾ അതാണ്. മറ്റൊരു അസുഖം കൂടിയുണ്ട്, സിറോഫ്താൽമിയ എന്ന് പറയും. സിറോഫ്താൽമിയ എന്നും പറയാറുണ്ട്. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് കണ്ണിലെ കൃഷ്ണമണിക്ക് ചുറ്റും അല്ലെങ്കിൽ കണ്ണിന് എന്താണ്? ഈർപ്പരഹിതമായിരിക്കുക എന്ന് പറയും. സിറോഫ്താൽമിയ, ഈർപ്പരഹിതമായിരിക്കുക, സിറോഫ്താൽമിയ. അതും വൈറ്റമിൻ എയുടെ കുറവുണ്ടാകുന്ന ഒരു അസുഖമാണ് സിറോഫ്താൽമിയ. അതെന്താണ്? ഈർപ്പരഹിതമായിരിക്കുക, കണ്ണ് ഈർപ്പരഹിതമായിരിക്കുന്ന, ഡ്രൈ ആവുക എന്ന് പറയാം. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? നിശാന്തത. അത് ശരിക്കും എന്താണ്? മങ്ങി വെളിച്ചത്തിൽ കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നിശാന്തത. അപ്പോൾ മറ്റൊന്നെന്താണ്? കണാരോഗം എന്തെങ്കിലും വരുന്നതാണ്? ജീവകം ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖമാണെന്ത്? കണാരോഗം എന്ന് പറയാം. ജീവകം ഡിയുടെ മറ്റൊരു പേരെന്താണ്? സൺഷൈൻ വിറ്റമിൻ എന്ന് പറയും. സൺഷൈൻ വിറ്റമിൻ എന്നാണ് പറയുക. അടുത്തൊരു അസുഖം എന്താണ്? ഓപ്ഷൻ ബി പറയുന്നത് സ്കർവിയാണ് പറഞ്ഞേക്കുന്നത്. സ്കർവി എങ്ങനെ ഉണ്ടാകുന്നു? ജീവകം സിയുടെ കുറവുകൊണ്ടാണ് സ്കർവി ഉണ്ടാവുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണയിൽ നിന്നും രക്തം വരുന്ന അവസ്ഥയാണെന്ത്? സ്കർവി. മോണയിൽ നിന്നിങ്ങനെ രക്തം വരാറുണ്ട്, ആ അവസ്ഥയാണ് സ്കർവി എന്ന് പറയാം.
അപ്പോൾ ഇനി ഗോയിറ്റർ എന്താണ്? ഗോയിറ്റർ അയഡിൻ എന്ന് പറയുന്ന മൂലകം അതിൻ്റെ അഭാവത്തിലുണ്ടാകുന്ന അസുഖമാണെന്ത്? ഗോയിറ്റർ. ഗോയിറ്റർ തൊണ്ടയ്ക്ക് മുഴ വളർന്നു വരുന്ന അവസ്ഥയാണെന്ത്? ഗോയിറ്റർ എന്ന് പറയാം. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വലിപ്പം നിയന്ത്രിക്കുന്ന ആരാണ്? ഇവിടെ അയഡിനാണ്. അപ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി വളർന്ന് വലുതാകുന്ന അവസ്ഥ ശരിക്കും എന്താണ്? ഗോയിറ്ററാണ്. അതുണ്ടാകുന്നത് എങ്ങനെയാണ്? തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണെന്ത്? തൈറോക്സിൻ എന്ന് പറയുന്നു. തൈറോക്സിൻ എന്ന് പറയും. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ പേരാണ് തൈറോക്സിൻ. ഈ തൈറോക്സിൻ ഉണ്ടാകണമെങ്കിൽ ആര് വേണം? അയഡിൻ എന്ന് പറയുന്ന മൂലകം അത്യാവശ്യമാണ്. അപ്പോൾ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോൾ ആ തൈറോയ്ഡ് ഗ്രന്ഥി വീർത്ത് വലുതാകുന്ന അവസ്ഥയാണെന്ത്? ഗോയിറ്റർ എന്ന് പറയുക. ഒന്നുകൂടി, ഗോയിറ്റർ എങ്ങനെ ഉണ്ടാകാം? ഏത് മൂലകത്തിൻ്റെ അഭാവത്തിലുണ്ടാകാം? അയഡിൻ എന്ന് പറയുന്ന മൂലകത്തിൻ്റെ അഭാവത്തിലാണ് ഗോയിറ്റർ ഉണ്ടാവുക. ഇനി എങ്ങനെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? അതായത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇത് തൈറോക്സിൻ. തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ ആര് വേണം? അയഡിൻ എന്ന് പറയുന്ന മൂലകം നമ്മുടെ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ പോഷണത്തിൽ, നമ്മുടെ രക്തത്തിൽ ഉണ്ടായിരിക്കണം, അല്ലേ? അതിൻ്റെ കുറവ് വരുമ്പോൾ എന്തുണ്ടാകുന്നില്ല? തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അങ്ങനെ ഉൽപ്പാദിപ്പിക്കാതെ വരുമ്പോൾ തൈറോയ്ഡ് ഗ്രന്ഥി വളർന്ന് വലുതാകുന്ന അവസ്ഥയാണെന്ത്? ഗോയിറ്റർ, തൊണ്ടമുഴ എന്നും പറയും. ഗോയിറ്റർ അല്ലെങ്കിൽ തൊണ്ടമുഴ എന്നും പറയുന്നു. അപ്പോൾ ഗോയിറ്ററിൻ്റെ അഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഗോയിറ്ററിൻ്റെ അസുഖം ഉണ്ടാകാൻ കാരണം ആരൊക്കെയാണ്? അയഡിൻ എന്ന് പറയാം, മറ്റൊന്നെന്തുകൂടി പറയാം? തൈറോക്സിൻ എന്ന ഹോർമോണിൻ്റെ കുറവും നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചോദ്യം, ജീവകം എയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ഇവിടുത്തെ ഉത്തരം നിശാന്തതയാണ്. മങ്ങി വെളിച്ചത്തിൽ കണ്ണ് കാണാൻ കഴിയാത്ത അവസ്ഥയാണെന്ത്? നിശാന്തത എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു ആണ് ഏത്? ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻ ടാർട്രാസിൻ, കാർമോയ്സിൻ, ഇൻഡിഗോ കാർമൈൻ, പോൺസി4R എന്ന് പറയുന്നു. ഉത്തരം ഏതാണ്? ടാർട്രാസിനാണ് മഞ്ഞ നിറം കൊടുക്കുന്ന രാസവസ്തു. ഇവിടെ നമുക്ക് ഇൻഡിഗോ കാർമൈൻ നീല നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ്. ഇൻഡിഗോ കാർമൈൻ നീല നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ഭക്ഷണ സാധനങ്ങളിലാണ്. മറ്റൊന്ന് എറിത്രോസിൻ എന്ന് പറയും. എറിത്രോസിൻ എന്താണ്? ചുവപ്പ് നിറം കൊടുക്കുന്നതാണെന്ത്? എറിത്രോസിൻ. അല്ലെ, എറിത്രോസൈറ്റുകൾ ചുവന്ന രക്താണുക്കൾ, എറിത്രോസൈറ്റ് എന്ന് പറയും, ചുവന്ന രക്താണുക്കളാണ്. അപ്പോൾ എറിത്രോസിൻ എന്താണ്? ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണം, അല്ലേ, രാസവസ്തുവാണ്. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം കൊടുക്കുന്ന രാസവസ്തു ഏതാണ്? ടാർട്രാസിനാണ്. ചുവപ്പ് നിറം കൊടുക്കുന്ന ആരാണ്? എറിത്രോസിനാണ്. നീലനിറം കൊടുക്കുന്ന ആരാണ്? ഇൻഡിഗോ കാർമൈൻ. ഇൻഡിഗോ കലാപം, ഇൻഡിഗോ കാർമൈൻ. ഓക്കെ, അപ്പോൾ ടാർട്രാസിൻ മഞ്ഞ നിറം കൊടുക്കുന്നു, ചുവപ്പ് നിറം എറിത്രോസിൻ, നീലനിറം ആരാണ്? ഇൻഡിഗോ കാർമൈൻ കൊടുക്കുന്നു. അടുത്ത ചോദ്യം, നെൽച്ചെടികളിലെ പരാഗണകാരി ആരാണ്? ഓപ്ഷൻസ് ജലം, തേനീച്ച, കാറ്റ്, പൂമ്പാറ്റ. ഉത്തരം ഏതാണ്? കാറ്റാണ്, അല്ലേ? കാറ്റാണ് നെൽച്ചെടികൾക്ക് പരാഗണകാരിയാവുക. നെൽച്ചെടി പൂത്ത് നിൽക്കുമ്പോൾ നെൽക്കതിരുണ്ടാവണേ ആര് വേണം? കാറ്റടിച്ചെങ്കിൽ മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആ പൂമ്പൊടി അപ്പുറവും ഇപ്പുറവും പോയിട്ട് ആവുകയുള്ളൂ. ഓക്കെ, അതാണ് പരാഗണകാരി എന്ന് പറഞ്ഞതാണ്, അല്ലേ? അതായത് നെൽച്ചെടിക്കകത്ത് എന്തുണ്ട്? പൂവായി നിൽക്കുകയാണെങ്കിൽ അതങ്ങ് നിൽക്കത്തേ ഉള്ളൂ, അല്ലേ? കാറ്റില്ല, മഴ വന്ന് മൊത്തം പോയാൽ അങ്ങനെ പോവും. കാറ്റടിക്കുമ്പോൾ അത് അടുത്ത ചെടിയിലേക്ക് ഈ പൂമ്പൊടികൾ അപ്പുറത്തെ ചെടിയിലേക്ക് പരാഗണം, അല്ലേ, പകരുന്നതാണ്. പൂമ്പൊടി അപ്പുറത്ത് വീഴണം, അപ്പോൾ കാറ്റുണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുള്ളൂ. അതാണ് എന്ത്? നെൽച്ചെടികളിലെ പരാഗണകാരി ആരാണ്? ഉത്തരം കാറ്റാണ്. ഓക്കെ, അടുത്തത്, വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? ചോദിച്ചതൊക്കെ പറയാം. ക്ഷയം, ചിക്കൻ പോക്സ്, 5-ാം പനി, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ. വില്ലൻ ചുമ വീണ്ടും എഴുതി. ഓക്കെ, അപ്പോൾ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? പരീക്ഷയ്ക്ക് അങ്ങനെയൊക്കെ തന്നെ ചോദിക്കുക, ഏതൊക്കെയാണ് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ ആൻസേഴ്സ് ഡിലീറ്റഡ് ആണ്, അതുകൊണ്ടാണ് ഉൾപ്പെടാത്തത്. അപ്പോൾ അതിനകത്തുള്ള ചോദ്യമാണ് ഏത്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഇവിടെ ഏതൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റണം? ക്ഷയം, ചിക്കൻ പോക്സ്, 5-ാം പനി, ജലദോഷം, മുണ്ടുനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ. ക്ഷയരോഗത്തിൻ്റെ ഒരു പ്രധാന പേരെന്താ? രോഗങ്ങളുടെ രാജാവ് എന്നാണ് അറിയപ്പെടുക. ക്ഷയരോഗത്തിനെ അറിയപ്പെടുക.
രോഗങ്ങളുടെ രാജാവെന്നാണ് ക്ഷയരോഗത്തിന് അറിയപ്പെടുക അല്ലേ. അപ്പോൾ നമ്മളതിന് കൊടുക്കുന്നൊരു കുത്തിവയ്പ്പുണ്ട് ക്ഷയരോഗത്തിൻ്റെ പേരെന്താണിത്? BCG എന്ന് പറയും അല്ലേ. കുഞ്ഞ് ജനിച്ച ഉടനെ നമ്മൾ കൊടുക്കുന്ന കുത്തിവയ്പ്പാണ് BCG. എപ്പോഴും ചോദിക്കുന്ന പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണത്. BCG എന്ന് പറയും. ക്ഷയരോഗത്തിനെതിരെ കൊടുക്കുന്ന കുത്തിവയ്പ്പാണല്ലേ, കുഞ്ഞ് ജനിച്ച കൊണ്ട് നമ്മൾ കൊടുക്കുന്ന കുത്തിവയ്പ്പാണെന്ത്? BCG, ബാസിലസ് കാൽമെറ്റിഗൂറിൻ. ബാസിലസ് കാൽമെറ്റിഗൂറിൻ, C ആണ് കാൽമെറ്റിഗൂറിൻ. ബാസിലസ് കാൽമെറ്റിഗൂറിൻ, ക്ഷയം. ഓക്കെ, അപ്പോൾ ക്ഷയം ഞാനെന്ത് പറഞ്ഞു? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണെന്ത്? ക്ഷയരോഗം. രോഗങ്ങളുടെ രാജാവ് ഇപ്പോൾ ആരാണ്? ക്ഷയരോഗം. വായുവിലൂടെ പകരുന്ന രോഗമാണേത്? ക്ഷയം. BCG ആണ് നമ്മൾ ചെറുപ്പത്തിൽ കൊടുക്കുന്നത്. അതിൻ്റെ ഫുൾ നെയിം എന്താണ്? ഫുൾ നെയിം മുഴുവൻ പേരെന്താണ്? ബാസിലസ് കാൽമെറ്റിഗൂറിൻ എന്നാണ് അതിൻ്റെ പേര്. ഇനി ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഏറ്റവും കൂടുതൽ ക്ഷയരോഗബാധിതരുള്ള രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. സാധാരണ ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കുന്ന ഏതാണ്? സാധാരണ ഡോട്ട് അല്ലാതെ കൊടുക്കുന്ന ഏതാണ്? സ്ട്രെപ്റ്റോമൈസിനാണ്. ഡോട്ട്സ് ആണ് നമ്മൾ ചികിത്സാ രീതി, ഡോട്ട്സ് എന്ന് പറയും. ഡോട്ട്സ് എന്നാണ് ചികിത്സാ രീതി, DOTS, ഡോട്ട്സ് എന്നാണ് ചികിത്സാ രീതിക്ക് പറയുക. ക്ഷയരോഗം ബാധിച്ചവർ കൊടുക്കുന്ന, അതും ക്വസ്റ്റ്യനാണ് കേട്ടോ. ഡോട്ട്സ് ആണ് കൊടുക്കുക. പക്ഷേ അതിൻ്റെ ആൻറ്റിബയോട്ടിക് ഏതാണ് ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത്? സ്ട്രെപ്റ്റോമൈസിനാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ക്ഷയം, ചിക്കൻ പോക്സ്, അഞ്ചാം പനി, ജലദോഷം, മുണ്ടിനീര്, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ആന്ത്രാക്സ്, ഇൻഫ്ലുവൻസ. ഈ രോഗങ്ങളൊക്കെ എങ്ങനെയാണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ആണ്. ഓക്കെ, അടുത്തത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതെല്ലാം? അതും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ പഠിക്കാം. വിസിയാക്ട് കണ്ടൻറ്റാണിത്. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കോളറ. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കോളറ, ടൈഫോയിഡ്, അതുപോലെ എന്താണ് എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്. ഇപ്പോൾ പരക്കെ ഉള്ളതാണ് ഇത്. ചോദ്യം അതിലേക്ക് വരാം. ഹെപ്പറ്റൈറ്റിസ് ഇപ്പോൾ ജലത്തിലൂടെ പകരുന്ന രോഗമാണിത്, ഹെപ്പറ്റൈറ്റിസ്. ഇപ്പോൾ പരക്കെ ഉണ്ടത്, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഹെപ്പറ്റൈറ്റിസ്. അതുപോലെ എന്താണ് വയറുകടി, പോളിയോമൈലൈറ്റിസ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോമൈലൈറ്റിസ് എന്നിവ ജലത്തിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, അത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയുള്ള മറ്റൊരു ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ കഴിഞ്ഞു. മറ്റൊന്നെന്താണ്? ലൈംഗിക സമ്പർക്കത്തിലൂടെ മാത്രം പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് അല്ലേ? മൂന്നെണ്ണം നമുക്ക് പഠിക്കാനിലൂടെ. ഒന്ന് ഗൊണേറിയ, ലൈംഗിക സമ്പർക്കത്തിലൂടെ മാത്രം പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ലൈംഗിക സമ്പർക്കത്തിലൂടെ മാത്രം പകരുന്ന രോഗങ്ങളാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. അപ്പോൾ ഒന്നുകൂടി ഏതാണ്? ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്, വയറുകടി, പോളിയോമൈലൈറ്റിസ്. ഓക്കെ, ലൈംഗിക സമ്പർക്കത്തിലൂടെ ഏതൊക്കെയായിരുന്നു? ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്.